ദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥിക്കുക. ആത്മാവേ പരിശുദ്ധാത്മാവേ ഉദ്ധിതനായ യേശുവിനെ കുറിച്ച് ലോകത്തോട് പ്രഘോഷിക്കുവാൻ ഞങ്ങളെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. ഈ സമയം ധ്യാനം ഓൺലൈനിൽ കൂടുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് കാലിഫോർണിയയിലെ സെന്റ് മേരീസ് കൊറോണ ഇടവകാംഗങ്ങളെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ ജീവിതത്തെ, ജീവിത സാഹചര്യം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കാരുണ്യത്തിന് സമർപ്പിക്കുന്നു. അമ്മയെ പരിശുദ്ധ വികാരിച്ചനായ സജി ജഗത്തിന്റെ എല്ലാ സഹപ്രവർത്തകരും, എല്ലാ ഇടവക പ്രവർത്തകരും ശക്തമായി അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ ശക്തി ഇറക്കണമേ. തളർന്നവന് ബലം കൊടുക്കുന്ന ദൈവമേ, മുറിവേറ്റതിന് വെച്ചുകെട്ടുന്ന ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഞങ്ങളിലേക്ക് അഴക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, കൃപാസനത്തിൽ ഇപ്പോഴായിരിക്കുന്നവരും ഓൺലൈനിൽ ശുശ്രൂഷ കൂടുന്നവരും പരിശുദ്ധാത്മാവിൻ്റെ പ്രഭാത അഭിഷേകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ നെഞ്ചത്ത് കൈവെക്കുക. പ്രത്യേക അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗികൾ അവരുടെ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അവരുടെ കോശങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മരുന്നോ ദേവനോ അല്ല, അങ്ങയുടെ വചനമാണ് അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. കർത്താവെ, സുഖപ്പെടുന്ന വചനത്താൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പാപികളാണെന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ ഏറ്റുപറയുന്നു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ 1 യോഹന്നാൻ 1:7 പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം സകല പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നു. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സകല പാപങ്ങളിൽ നിന്ന് മോചിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ആത്മീയ രക്തത്താൽ ഇപ്പോൾ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ആരെല്ലാം ഈ ധ്യാനം വിശ്വാസത്തോടെ പങ്കെടുക്കുന്നു രോഗങ്ങൾ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. എല്ലാ വ്യസനങ്ങളെയും ഒഴിക്കുന്ന ആത്മനദിയെ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ആ വാക്ക് ഓർത്ത് പ്രാർത്ഥിക്കണം. വാക്കിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ചുണ്ടുകൊണ്ട് ചുമ്മാ അഭ്യാസം കാണിക്കുക, അതല്ല. ആ വാക്ക് വളരെ അഭിഷേകമുള്ള വാക്കാണ്. എന്താണ്? തിരുക്കരത്താൽ താങ്ങി എന്നെ, പറഞ്ഞേ, തിരുക്കരത്താൽ താങ്ങി എന്നെ, തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. ഏറ്റവും മനോഹരമാണ്. എനിക്ക് കർത്താവിൻ്റെ തിരുരക്തത്താൽ ലോകത്തെ ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. എൻ്റെ വിജയകരമായ ഐസയാ വചനമാണത്, 41:10. എൻ്റെ വിജയകരമായ വലതുകരത്താൽ, ഒന്ന് പറഞ്ഞേ, എൻ്റെ വിജയകരമായ വലതുകരത്താൽ ഞാൻ നിന്നെ താങ്ങും. അപ്പം വിജയകരമായ വലതുകരമാണ്, തോറ്റകരമല്ല. തോറ്റ നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി അവൻ്റെ കരങ്ങളെ താങ്ങുന്ന കരങ്ങളാണ്. എങ്ങനെയുള്ള കരങ്ങളാണ്? അതായത് ഉയർത്തെഴുന്നേറ്റ് ആണിപ്പെടുതാറുന്ന കരങ്ങൾ. എൻ്റെ കരങ്ങൾ നിങ്ങൾ കാണുക എന്ന് പറഞ്ഞപ്പോൾ ആ കരങ്ങൾ അവൻ അപ്പോസ്തലന്മാരെ കാണിക്കുമ്പോൾ ദാറ്റ് ഈസ് വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. കൈയിടിച്ച് കർത്താവേ ഞങ്ങളെ താങ്ങണമേ, അവിടുത്തെ തിരക്കത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ Praise the Lord. ഇരിക്കുക. ഓൺലൈനിലുള്ള സഹോദരങ്ങൾ അവരുടെ ലാപ്ടോപ്പായാലും മൊബൈലായാലും ആരാധനയുടെ നിമിഷങ്ങളിൽ നിങ്ങളത് മേശപ്പുറത്തോ അത് ഓൺ ചെയ്ത് ചാരി വെച്ചിട്ട്, ഞങ്ങൾ ഇവിടെ നേരിട്ട് ആരാധന കൂടുന്നവരുണ്ട്. അവരുടെ ഡിസ്പോസിഷൻസ്, അവിടെ പോസ്റ്റേഴ്സൊക്കെ ചിലപ്പോൾ നിങ്ങൾ നിൽക്കും, ചിലപ്പോൾ കൈയടിക്കും. ഇന്നലെ ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ കുർബാനയ്ക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഓൺലൈനിൽ കൂടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവളെ ഓൺലൈനിൽ കൂടുമ്പോൾ നമ്മളിങ്ങനെ ലാപ്ടോപ്പ് വെച്ച് ഇരുന്ന് കൂടണ പോലെ അല്ല കൂടണത്. ഓൺലൈനിൽ ഒരു കുർബാനയ്ക്ക് ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മളെന്ത് ചെയ്യും? കുളിക്കും ആദ്യം, മിടിക്കുമായി സുന്ദരിയുമായിട്ടാണ് പോകുന്നത്. എന്താണ്? കർത്താവിൻ്റെ ആലയത്തിലേക്കാണ് പോകുന്നത്, കർത്താവിൻ്റെ ആലയത്തിലേക്ക്. അപ്പോൾ ഈ ആലയത്തിലേക്ക് നമ്മൾ ഓൺലൈനിലാണ് ഇപ്പോഴ് നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ സഞ്ചരിച്ചെത്തണത്. അപ്പോഴേ ആ കുർബാന കൂടുമ്പോൾ ഞാൻ പറഞ്ഞ് കുഞ്ഞിനോട് പറഞ്ഞു, എടീ നീ കുർബാന ഉയർത്തുമ്പോൾ മണിയടിക്കുമ്പോൾ മുട്ടേ നിൽക്കണം, മൊബൈൽ വെച്ച് മുട്ടേ നിൽക്കണം, കുമ്പിടുമ്പോൾ കുമ്പിടണം. കാര്യം ഇപ്പോൾ ആൾക്കാരെല്ലാവരും ഇങ്ങനെ ഓൺലൈനിൽ കൂടുന്നുണ്ടോ, പക്ഷേ എങ്ങനെ കൂടണത്? ഇരിക്കണ ഇരിപ്പിൽ ഒറ്റ ഇരിപ്പിരുന്ന് കൂടും. അത് കുർബാന പങ്കെടുക്കുകയല്ല, നമ്മൾ ചുമ്മാ ഒരു കാഴ്ചയാണ്. പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. മാസ് ഒരു പ്രോഗ്രാമല്ല, മാസ് ഒരു ഇൻറ്റിമേറ്റ് ആയിട്ട് കർത്താവുമായിട്ടുള്ള ഒരു സംയോഗമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കുന്നത് കാര്യം, എൻ്റെ ശരീരം ഭക്ഷിക്കണവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പോൾ അരൂപിലുള്ള കുർബാന സ്വീകരണം എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നാവിലെ കുർബാന സ്വീകരിക്കുന്ന ഇഫക്റ്റാണ്. രണ്ടിനും ഒരു ഇഫക്റ്റാണ്, അല്ലാതെ ഒരു ഷെയ്ഡ് ഇഫക്റ്റോ സെക്കൻഡ് ഇഫക്റ്റോ അല്ല. കാര്യം കുർബാനയെക്കുറിച്ച് കർത്താവ് സംസാരിക്കുമ്പോഴെല്ലാം വിശ്വാസത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് സംസാരിക്കുന്നത്. അതായത് വിശ്വസിക്കുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ, അതായത് ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. വിശ്വാസവും വസിപ്പുമായിട്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ആരെ വിശ്വസിച്ചാലും അവനിലേക്ക് കർത്താവ് വന്ന് വസിക്കും. പക്ഷേ അതിൻ്റെ
അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷൻ എന്താണ്? നമ്മൾ കർത്താവിലും വസിപ്പും. അപ്പോൾ പരസ്പരമായ വസിപ്പാണ് പരിശുദ്ധ കുർബാനയിൽ ഇപ്പോൾ ഓൺലൈനിൽ പങ്കെടുത്താലും ഡയറക്റ്റ് പങ്കെടുത്താലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് പങ്കെടുക്കുന്നതിൻ്റെ പ്രെയർ ഡിസ്പോസിഷൻസും പ്രെയർ പോസ്റ്റേഴ്സും എല്ലാം നമ്മൾ കീപ്പ് ചെയ്യണം. കാര്യം നമ്മൾ ബോഡി കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ബോഡി കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ ശരീരം കൊണ്ട്. ഇപ്പോൾ മുട്ടേ നിൽക്കുമ്പോൾ അതിനൊരു ഭാഷയുണ്ട്. എളിമയോടും വിനയത്തോടും കൂടിയ ആണ് നമ്മൾ മുട്ടേ നിൽക്കുന്നത്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിന് വേറൊരു ഭാഷയുണ്ട്. ഇരിക്കുമ്പോൾ അതിനൊരു ഭാഷയുണ്ട്. എല്ലാം ബൈബിളിലുള്ളതാണ്. അവൻ ഇരുന്നപ്പോഴേക്കും ശിഷ്യന്മാരും അടുത്തെത്തിയെന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കുമ്പോൾ ജനങ്ങളും ഇരിക്കുക. കടത്തിട്ടാണെങ്കിൽ ജനങ്ങൾ നിൽക്കുകയായിരുന്നു. അവൻ ഇരിക്കുമ്പോൾ ജനങ്ങൾ കരയിൽ നിൽക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോ സമയത്തും ഈശോ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഓരോ സമയത്തും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അതനുസരിച്ച് നമ്മളുടെ വിശ്വാസം ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. ഓരോ സമയത്തും സംഭവിക്കുന്നതനുസരിച്ച് ചില സമയത്ത് മുട്ടേ നിൽക്കും നമ്മൾ, ചില സമയത്ത് എഴുന്നേറ്റ് നിൽക്കും, ചില സമയത്ത് കൈ ഉയർത്തും, ചില സമയത്ത് കൈ വീരിക്കും. ഇപ്പം നമ്മൾ ഇങ്ങനെ കൈ ഉയർത്തിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങളെ വിശ്വസിക്കുന്നു. ഇങ്ങനെ കൈ വിരിച്ചാൽ അതിനർത്ഥം എന്താണ്? അങ്ങനെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എല്ലാം വ്യത്യാസമാണ്. ബോഡി ലാംഗ്വേജ് ഭയങ്കര വ്യത്യാസമാണ്. നമുക്ക് അതായത് കൃപാസനത്തിൽ നിന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾ കൈ വിരിച്ച് ഒരു വിശ്വാസ പ്രമാണം 7 സ്വർഗസ്ഥനായെന്ന്. എന്താ കാരണം? ഈ ശക്തി നമ്മൾ ലഭിക്കുന്നത് മരണം പ്രഖ്യാപിക്കുമ്പോഴാണ്. പരിശുദ്ധ കുർബാനയിൽ ഇത് 3 ഉണ്ട്. ഇനി വേറെ ഏറ്റവും വലിയ രസം വെച്ചാൽ അവൻ്റെ വരവ് നമ്മൾ കാത്തിരിക്കുന്നു. അവിടെയാണ് ഇരിപ്പ് വരണത്. ജാഗരം ചെയ്യണ ഒരു ക്രിസ്ത്യാനി ഇരിക്കുകയാണ് ചെയ്യണം. സാധാരണ പഴയ നിയമം പോലെ അങ്ങനെയാണ്. ജാഗരത്തിലിരിക്കുന്നവർ, കർത്താവിൻ്റെ വരവ് കാത്തിരിക്കുന്നവർ ഇരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ കർത്താവിൻ്റെ ഒരു വരവുണ്ട്, അത് നമ്മൾ കാത്തിരിക്കും. വി ആർ സിറ്റിംഗ്. ഇങ്ങനെ ഓരോ അംശത്തിനും വിശ്വാസത്തിൻ്റെ മഹാപ്രഖ്യാപനങ്ങളുണ്ട്. എൻ്റെ മക്കളെ, ഇത് ദൈവത്തെ അനുഭവിക്കുക. ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. സഭയാണ് തിയോളജിയും ഫിലോസഫിയൊക്കെ പഠിപ്പിച്ച് കോംപ്ലിക്കേറ്റഡായി കളഞ്ഞ്. ബൈബിൾ വളരെ സിമ്പിളാണ്. ചിലപ്പോൾ പൗരോഹിത്യത്തിന് അത് ആവശ്യം ഉണ്ടാകാം. പൗരോഹിത്യത്തിൻ്റെ സ്ട്രക്ചറൽ ബേസ് ആയിട്ടുള്ള സർവൈവിങ്ങിന് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ട എന്താണ്? കർത്താവിനോടുള്ള ആത്മബന്ധം. അവൻ എന്താ ചെയ്തത്? അവൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അവൻ മരിച്ചു. അവൻ പീഡ അനുഭവിച്ച് മരിച്ചു. അതാണ് അവൻ ചെയ്തത് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? മുട്ടയിൽ നിന്ന് നമ്മൾ കൈ ഇങ്ങനെ വിരിച്ച് അവൻ്റെ മുമ്പിൽ കാണിക്കും. എന്താ കാര്യം? കർത്താവെ, ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്തിനോടാണ്? നിൻ്റെ പീഡാസനത്തോടും കുരിശുമരണത്തോടും. അത് നീ ഇങ്ങനെ കൈ വിരിക്കുമ്പോൾ നിൻ്റെ കണ്ണ് നിറയണം. അല്ല, കൈ വിരിക്കുമ്പോൾ അതിൻ്റെ കുഴവേദന എടുക്കണം എന്നല്ല പറയേണ്ടത്. കൈ വിരിക്കുമ്പോൾ എന്താ നമ്മൾ പറയണത്? കർത്താവെ, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എന്താ പ്രഖ്യാപിക്കണത്? നിൻ്റെ പീഡാനുഭവം. ഈ കൈ ഇങ്ങനെ വിരിച്ച് അവർ വരിച്ച് കുറിച്ച് തറച്ച് ആണിയടിച്ച് നിർത്തിയില്ലേ ഞങ്ങൾക്ക് വേണ്ടി, അത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു നിൻ്റെ മരണത്തോട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ. ഹൃദയം
അനുഭവത്തിൻ്റെ വഴികൾ ഇത്രയും ലളിതമാണ്. എന്താണ്? ഒന്ന്, കർത്താവിൻ്റെ മരണം നമ്മൾ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ നമുക്ക് പനി വന്ന്, എനിക്കിപ്പോൾ നമുക്ക് ഇത് തന്നെ വന്നു. എന്താണ്? നമുക്ക് കോവിഡ് തന്നെ വന്നു വിചാരിച്ചോ. കോവിഡും കുരിശുമരണവും തമ്മിൽ ഭയങ്കര കളറിലാണ്. എന്താ കാര്യം? കോവിഡ് പിടിക്കുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ വലിവ്, ആസ്മയും കുരിശുമരണവും തമ്മിൽ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കാൻ ഏറ്റവും സുന്ദരമായ സംഭവമാണ്. നമ്മളോർക്ക് നമ്മൾ നല്ല ആരോഗ്യമായിട്ട് അരക്ക് തേച്ച് പള്ളിയിൽ പോകുമ്പോൾ മാത്രമാണ് മരണം പ്രഖ്യാപിക്കുക. നമ്മളെ കാട്ടിലെ ശ്വാസം മുട്ടി കിടക്കത്തില്ലേ? എനിക്ക് അതായത് വലിവ്, വെന്റിലേറ്ററൊക്കെ കിടക്കുന്ന ആൾക്കാർ എന്താ, അവനൊരു ബോധം ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ അവൻ നേരത്തെ അഡ്വാൻസ് പറഞ്ഞു, കർത്താവേ എൻ്റെ ബോധം പോകുമ്പോൾ നീ എൻ്റെ ബോധം പോണ കാലത്തും ഞാൻ കാണിക്കണ കാട്ടായങ്ങളെ പ്രാർത്ഥനയായിട്ട് നീ എടുത്തേക്കണമെന്ന് മുൻകൂർ നമ്മൾ അഡ്വാൻസായിട്ട് കെട്ടിവെച്ചേക്കണം. എനിക്കെപ്പോഴും ബോധം പോകില്ലേ? എപ്പോഴായാലും ഇല്ലേ? നമുക്ക് ആർക്കായാലും ബോധം പോകും. അപ്പോൾ പറയണം, കർത്താവെ ബോധം പോകുന്ന സമയത്ത്, കർത്താവിന് ബോധം പോകുന്ന ഒരു സമയം ഉണ്ടായപ്പോൾ പരിശുദ്ധാത്മാവ് ലാസ്റ്റ് മിനിറ്റിൽ വന്നിട്ട് പറയും, ജീസസ് കുറച്ച് കഴിയുമ്പോൾ ബോധം പോകും, അതൊക്കെ മുമ്പൊരു കാര്യം പറയാനുണ്ട്, പറയൂ. അപ്പോൾ കർത്താവ് ഇങ്ങനെ മുഴുവൻ ചോര കണ്ണോടുകൂടി ഇങ്ങനെ നോക്കൂ. കർത്താവ് ശ്വാസം കിട്ടണില്ല. കർത്താവിനെ കണ്ണിൽ ഈ മുഴുക്കിരിടത്തിൽ നിന്ന് ഇങ്ങനെ ചോര വാർന്നിട്ട് കണ്ണിലൂടെ ഒഴിയിട്ട് കണ്ണും കാണാൻ പറ്റില്ല. ഈ കൈ ഇങ്ങനെ ഈ കുരിശിൻ്റെ ഇതിന്മേൽ കെട്ടിവെച്ചിട്ട് അവസാനം ഈ കുരിശ് ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അവിടുന്ന് ആ കള്ളൻ്റെ കാലെ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്തൊരു പ്രാകൃതമായ, അതായത് ഈ കുരിശിൻ്റെ അറ്റമില്ലേ, കർത്താവ് ചുവന്ന ആ തണ്ട്, കുരിശിൻ്റെ വിലങ്ങനെയുള്ള തണ്ടിൻ്റെ അറ്റം ആ കള്ളൻ്റെ കാലെ കെട്ടി വെച്ചിരിക്കുകയാണ്. ആ മനുഷ്യൻ എങ്ങാനും മുമ്പോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ തന്നെ കാലിടരും. ഇനി കർത്താവ് വീണ് കഴിഞ്ഞാൽ അത് അതിനേക്കാൾ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഇവർ അടിക്കുകയും ചെയ്യും. ഇങ്ങനെ പീഡാനുഭവത്തിൽ നമ്മളിപ്പോൾ വിശുദ്ധ വാരത്തിലാണ്. ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ ശരിക്കും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പക്ഷേ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് അറിയണം, വെറുതെ ഒരു വികാരോചരമായിട്ടുള്ള രീതിയിൽ അല്ല പീഡാനുഭവത്തെ വളരെ ബുദ്ധിപൂർവമായിട്ട് ആണ് നമ്മൾ അപ്രോച്ച് ചെയ്യണത്. കാര്യം എന്താണ്? പീഡാനുഭവത്തിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യണത്? ദൈവം എന്താണ് ഉൽപ്പാദിപ്പിച്ചത് പീഡാനുഭവത്തിലൂടെ? അവിടുത്തെ സ്നേഹമാണ് പ്രകടിപ്പിച്ചത്. പീഡാനുഭവത്തിലൂടെ ദൈവം നമ്മോട് പ്രകടിപ്പിച്ചത് എന്താണ്? അവിടുത്തെ സ്നേഹമാണ്. കർത്താവ് ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലേ? കർത്താവ് അതായത് ഇപ്പോൾ ഞാൻ ഇന്നലെ നമുക്ക് എന്തായിരുന്നു? ഓശാന തിരുനാളല്ലേ? അപ്പം എപ്പോഴും എൻ്റെ മനസ്സിൽ വരണത് ഈ ഓശാന തിരുനാളിന് ഈശോ പറയാതെ പറയണ ചില നയപരമായ നിലപാടുകളുണ്ട്. എന്താ കാര്യം വെച്ചാൽ, എനിക്ക് ശക്തിയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് ഏൽപ്പിക്കപ്പെട്ടത്, ബോധപൂർവമാണെന്ന്. എനിക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല ഞാൻ ഏൽപ്പിക്കപ്പെട്ടത് മരണത്തിന്. പിന്നെന്താണ്? നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ബോധപൂർവമായി എടുത്ത സ്വതന്ത്ര തീരുമാനമാണ്. അതുകൊണ്ട് ഈശോ ഇടയ്ക്കൊക്കെ പറയും, ആരും എന്നിൽ നിന്ന് തട്ടിപ്പറിക്കണമെന്ന് കരുതരുത് കേട്ടോ എന്ന് പറയും. ഞാനത് സ്വയം സമർപ്പിക്കണം. അത് എന്ത് രസമാണ് വാക്ക്! അതായത് പീഡാനുഭവം തുടങ്ങുന്നതിന് മുമ്പ് പറയണ വാക്കാണ്. ഗ്രീക്കുകാർ വരുന്നതോടു കൂടിയാണ് പീഡാനുഭവം തുടങ്ങണത്. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും, ഞാൻ എന്ത് പറയുന്നു? പിതാവേ എന്നെ മഹത്വപ്പെടുത്തണമേ എന്നൊക്കെ പറഞ്ഞ് ഈശോ ഗ്രീക്കുകാരുടെ വരവിനെക്കുറിച്ച് പറയും. അവർ വിജ്ഞാനം അന്വേഷിക്കുന്ന ആൾക്കാരാണ്. യഹൂദന് അടയാളം അന്വേഷിക്കുക, അടയാളമില്ലാത്ത വിജ്ഞാനമില്ലാത്ത ദൈവാനുഭവത്തിൻ്റെ ഒരു കാലം വരും. ആ കാലമാണ് വരണത്. ചിലക്ക് ദൈവത്തെ കൊണ്ട് വേണ്ടത് അടയാളമാണ്, ചിലക്ക് ദൈവത്തെ കൊണ്ട് വേണ്ടത് എന്താണ്? വിജ്ഞാനമാണ്. അപ്പം ഇനി വിജ്ഞാനം കിട്ടാത്ത, അതുപോലെ തന്നെ വിജ്ഞാനത്തിന് ഒരു പ്രൊവിഷനും ഇല്ലാത്ത, സാധ്യതയുമില്ലാത്ത മനുഷ്യൻ്റെ വിജ്ഞാനം ദൈവത്തിന് പോഷത്വമാണ്. മനുഷ്യൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച് പറയണത് എന്താണത്? ആത്മരക്ഷയ്ക്ക് അത് വേറും വേസ്റ്റാണെന്നാണ് പറയണത്. മനുഷ്യൻ്റെ വിജ്ഞാനം ദൈവത്തിന് പോഷത്വമാണ്. അപ്പോൾ വിജ്ഞാനം അന്വേഷിക്കുന്നവർക്ക് വിജ്ഞാനം കിട്ടാത്ത, ഇനി അടയാളം അത്ഭുതം അന്വേഷിക്കുന്നവർക്ക് പിന്നെ ഒരു കൂട്ടർ അടയാളം അന്വേഷിക്കണതാണ്, അത്ഭുതം അന്വേഷിക്കണതാണ്. അത് ഇല്ലാത്ത, അത്ഭുതം ഇല്ലാത്ത ഒരു കാലം.
അവിടെയാണ് ദൈവത്തിൻ്റെ, അവിടെ എന്താണ്, വിജാതിയർ വിജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദർ അടയാളം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ആണ് പ്രഘോഷിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട കർത്താവിനെയാണ് നമ്മൾ സഭ പ്രഘോഷിക്കേണ്ടത്. സഭ വേറെ വല്ലതൊക്കെ പ്രഘോഷിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എന്നും കൊന്നും സഭ പ്രഘോഷിക്കേണ്ടത് എന്താണ്? ക്രൂശിക്കപ്പെട്ട കർത്താവിനെയാണ് പ്രഘോഷിക്കേണ്ടത്. വേറെ ഒന്നും നമ്മുടെ പ്രൈമറി റെഫറൻസ് അല്ല. ഇത് മറ്റെന്തെങ്കിലും റെഫറൻസ് വരുന്നുണ്ടെങ്കിൽ അവരവരുടെ പിടിച്ചുനിൽപ്പിന് വേണ്ടി അവരവർ തട്ടിക്കൂട്ടി സഭയുടെ ഭാഗമാക്കിയിട്ടുള്ള പൊയ് സംവിധാനങ്ങളാണ്. ഇതൊന്നും ആത്മരക്ഷാ വിഷയങ്ങളല്ല. ആത്മരക്ഷാ വിഷയങ്ങൾ ഒന്നേ ഉള്ളൂ. എന്താണ്? ക്രൂശിക്കപ്പെട്ട കർത്താവിനെയാണ് സഭ പ്രഖ്യാപിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പ്രഘോഷിക്കുന്ന ദിവസങ്ങളാണിത്. പ്രത്യേകിച്ച് നമ്മളത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ്. ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷമാണല്ലേ. യോഹന്നാൻ്റെ സുവിശേഷം എന്താണ്? 10:18 എന്താ പറയണത്? ഞാൻ ആരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല, ആരും എന്നെ പിടിച്ചു കൊണ്ടുപോയി കുരിശിൽ തറച്ചതല്ല. അത് ഭയങ്കര വാക്കാണ്. ആരും എന്നെ കൊണ്ട് പിടിച്ചു കൊണ്ടുപോയി കുരിശിൽ തറച്ചതല്ല. പിന്നെ എന്താണ്? ഞാനത് സ്വയമേധവ സമർപ്പിച്ചതാണ്. അപ്പോൾ അതൊന്ന് എന്തിനാണ് ഈ സ്വയമേ അഥവാ അത് സമർപ്പിച്ചത്? അതിൻ്റെ പേരിലാണ്, അവിടെയാണ് സ്നേഹം വരുന്നത്. തൻ്റെ ഏകജാതനെ വിശ്വസിക്കാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. നമ്മൾ 3:16 വായിക്കത്തില്ലേ യോഹന്നാൻ? യോഹന്നാൻ മുഴുവൻ ദൈവസ്നേഹമാണ്. അതായത് തൻ്റെ ഏകജാതനെ വിശ്വസിക്കാൻ തക്ക വിധം, അതായത് ലോകത്തിന് നൽകാൻ തക്ക വിധം. അപ്പം അത് ഒരു ഓഫ് ഫാദർ ഓഫ് മാഡ് ലവ് യു ഹാവ് ലവ്ഡ് മാൻ മോർ ദാൻ യുവർ സൺ. അതായത് ഞാൻ പണ്ട് വായിച്ച ഇംഗ്ലീഷ് കവിതയാണ്, സൂപ്പർ കവിതയാണ്. ഓ ഫാദർ ഗോഡ് ഓഫ് മാഡ് ലവ് യു ഹാവ് ലവ്ഡ് മാൻ മോർ ദാൻ യുവർ സൺ, യുവർ ഓൺലി സൺ. ഓ ഭ്രാന്തനായ പിതാവേ, നീ നിൻ്റെ ഏകജാതനേക്കാളുപരി മനുഷ്യനെ സ്നേഹിച്ചെന്ന്. അതാണ് എൻ്റെ റീസൺ. ദൈവത്തിൻ്റെ സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ കുരിശ് മരണം. അവിടെ കുരിശിൻ്റെ വഴി നമ്മൾ ഈ ദിവസങ്ങളിൽ പറ്റാത്രയും നടത്തണം. മുറികളിലൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കുരിശിൻ്റെ വഴി മൂളി പാടിക്കൊണ്ടിരിക്കണം. അതിനകത്ത് ഉള്ള വാക്കുകളെല്ലാം നമ്മൾ ഇപ്പോൾ കുരിശിൻ്റെ വഴി നടത്തുമ്പോൾ ഒരു അനുഷ്ഠാനം പോലെയാണ് വരുന്നത്. ഇതൊരു ആസ്വാദനമാണ്. കുരിശിൻ്റെ വഴി ഒരു ആസ്വാദനമാണ്. അനുഷ്ഠാനം എന്നതിനേക്കാൾ ഉപരി ഒരു ആസ്വാദനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കർത്താവിൻ്റെ സ്നേഹം പീഡാനുഭവങ്ങളിലൂടെ അത് പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾക്ക് കർത്താവിനോടുള്ള സ്നേഹം നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് കുരിശിൻ്റെ ആസ്വാദനമെന്ന് പറയുന്നത്. കുരിശിൻ്റെ ആസ്വാദനം. അപ്പോൾ ഈ കുരിശിൻ്റെ ആസ്വാദനത്തിലൂടെ വല്ലാത്ത ഒരു ആത്മവിശുദ്ധി നമ്മളിലുണ്ടാകും. കാര്യം കർത്താവ് ഇത് പാപത്തിന് പരിഹാരമായിട്ട് ചെയ്താണ്. അപ്പോൾ പാപത്തെക്കുറിച്ച് ഉള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ ആയാലും കുഴപ്പമില്ല എന്ന നിലപാടാണ് ആദിമസഭയുടെ നിലപാട്. പാപത്തിനെതിരെയുള്ള പോരാട്ടം രക്തച്ചൊരിച്ചിൽ വരെ ആയാലും, അതായത് നമ്മൾ മുറിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും. ഇപ്പോൾ പണ്ട് ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു, അയാളുടെ കുടുംബ പ്രശ്നമൊക്കെ പറയാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ അയാളുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ ചാരായം വാറ്റുന്നുണ്ടെന്ന് ചോദിച്ചു. കാര്യം തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചാരായത്തിൻ്റെ മണം വരും. എന്നുവെച്ചാൽ ഇത് ഒരു വേറെ ലെവൽ വിഷയമാണ്. അയാളെ കുടിച്ചിട്ട് ഒന്നുമല്ല, അയാളെ പക്ക ഫ്രീയാണ്. പക്ഷേ ഈ മാതാവിൻ്റെ സുഗന്ധം എന്ന് പറയണമെന്ന് ചില ആൾക്കാർ പറയത്തില്ലേ, അതുപോലെ തന്നെ പാപത്തിൻ്റെ ഗന്ധം ഒരു മനുഷ്യൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ അവന് മനസ്സാന്തരപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് ദൈവം നമ്മോട് സംസാരിക്കും. പക്ഷേ എനിക്ക് ആ സമയത്ത് വന്നത് ചാരായത്തിൻ്റെ ഗന്ധമാണ്. അപ്പോൾ ഞാൻ ഉടനെ ചോദിച്ചു, ചേട്ടായി ചാരായം മാറ്റുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, വെച്ചാൽ 2 പെൺകൊച്ചുങ്ങളെ കെട്ടിക്കാനുണ്ടോ എന്ന് പറഞ്ഞു. 2 പെൺകൊച്ചുങ്ങളെ കെട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നുവെച്ചാൽ വേറെ മാർഗ്ഗം എനിക്കില്ല എന്നാണ് എൻ്റെ പുള്ളി പറയണത്. പക്ഷേ എങ്കിലും ഒരു 2 ആഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ അയാളത് സ്റ്റോപ്പ് ചെയ്തു. അയാൾക്ക് കാര്യം കർത്താവിൻ്റെ കൃപ ചാരായം കിട്ടുന്ന പോലെയല്ല, കാശ് പോലെയല്ല. കർത്താവിൻ്റെ കൃപ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ, അതായത് എന്തെന്നില്ലാത്ത രീതിയിൽ ഇവൻ അനുഗ്രഹിക്കപ്പെടും. അതിന് വഴികളൊന്നുമില്ല.
ദൈവത്തിൻ്റെ വഴികളാണ്. ഇപ്പോൾ 20 കോടി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രസമുണ്ടായി, ഒരു മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞതാണ്. അതായത് അവരുടെ വീട്ടിൽ കടക്കാർ കയറിയിരിക്കുക, നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്ന ഒരു സാക്ഷ്യമാണ്. അപ്പം കടക്കാർ ഇറങ്ങണില്ല. അവർ പറയണത് നിങ്ങളെ ഞങ്ങൾ നാണം കെടുത്തു എന്നാണ് പറയണത്. നാണം കെടുത്തു നാട്ടുകാരൻ പോയി. എന്നിട്ട് ഈ വീട് അവിടെ കയറി നിന്നുണ്ട്. ആരാണ്ട് ഗുണ്ടകളും ഉണ്ടെന്ന് തോന്നുന്നത്. കടക്കാർ കടം കൊടുക്കുന്നവർ ഗുണ്ടകളെയും കൊണ്ട് വന്നിരിക്കും. എന്നിട്ട് ഗുണ്ടകൾ അവിടെ നിന്നുകൊണ്ട് പൊളിച്ചത്ത് എറിയും. അപ്പോൾ നാട്ടുകാരെ വേലിക്ക് ആൾക്കാർ നോക്കുന്നുണ്ട്, ഇത് എന്ത് പരിപാടി ഈ വീട്ടിലെന്ന്. അപ്പോൾ ഈ ഗുണ്ടകൾ കടം കൊടുത്ത ആളവിടെ ഇരിപ്പുണ്ട്, തന്നെ മേടിക്കാൻ വേണ്ടി കുത്തിരിപ്പ് സത്യാഗ്രഹമാണ്. അപ്പോൾ ഗുണ്ടകൾ അവിടെ നിന്നുകൊണ്ട് തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലായിടത്തും ഈ പരിപാടിയുണ്ട്. അപ്പം എല്ലാവരും നോക്കുന്നു. അപ്പോൾ നാണം കെടുകയും, ഈ വീട്ടുകാർ നാണം കെടുകയും. എന്നിട്ട് അവസാനം ഇവർ പറയും, നാളെ വൈകുന്നേരം 4 മണിക്കുള്ളിലേ ഈ വിഷയം എവിടുന്നെങ്കിലും നിങ്ങൾ കിഡ്നി വിറ്റെങ്കിലും ഇത് തീർത്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിട്ടു എന്ന് പറഞ്ഞിരിക്കുകയും. അങ്ങനെയാണ് ഈ വിഷയം അവസാനിക്കുന്നത്. എൻ്റെ ദൈവമേ, എന്ത് ചെയ്യാൻ? കാശ് മേടിക്കാവുന്നില്ലെന്നല്ല, മേടിച്ച് കാലണ കിട്ടാൻ വഴിയില്ല. വന്ന് ഉടമ്പടി. വേറെ എന്താ ചെയ്യണത്? ഇന്നത്തെ മനുഷ്യന് എന്താണ് അവസാന ആദരവ്? ഉടമ്പടിയേ ഉള്ളൂ. അവൻ വന്ന് ഉടമ്പടി ചെയ്ത്, അവൻ ഭാര്യയും കൂടി അവിടുന്ന് കരഞ്ഞുകൊണ്ട് വരികയാണ്. വന്ന് ഉടമ്പടി ചെയ്ത് മാതാവിൻ്റെ മുഖത്തിട്ട് നോക്കി, മാതാവേ നാളെ ഞങ്ങളെ വെട്ടിക്കൊല്ലും, ഞങ്ങൾ എന്ത് ചെയ്യും, ആരും ഇല്ലെന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് ഇവർ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് വൈകുന്നേരം ഇവിടെ നമുക്ക് രാവിലെ ഉള്ള പ്രാർത്ഥനയുണ്ട്, പ്രഭാത പ്രാർത്ഥനയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുണ്ട്, പിന്നെ വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ സന്ധ്യയ്ക്ക് ഉടമ്പടി പ്രാർത്ഥന ചെല്ലണ്ടേ? അപ്പോൾ അതിനുവേണ്ടി കുടുംബ പ്രാർത്ഥന ചൊല്ലി. കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ പണ്ടാരങ്ങൾ വിളിക്കാൻ തുടങ്ങി, മിസ് കോൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് പ്രാർത്ഥിച്ചിട്ട് കിട്ടണില്ല, പ്രാർത്ഥന കിട്ടണില്ല. കാര്യം പേടിയായിപ്പോയി. പിന്നെ പ്രാർത്ഥന മുഴുവിക്കാൻ കാര്യം അവർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ നിർത്താതെ വിളിച്ചോണ്ടിരിക്കുക. സ്വിച്ച് ഓഫ് ചെയ്താൽ ചിലപ്പോൾ അവന്മാർ ഇവിടെ കൊട്ടേഷനായിട്ട് വരും. സ്വിച്ച് ഓഫ് ചെയ്താൽ അവർക്ക് പ്രകോപനമാകത്തില്ലേ. അവസാനം ഇവരൊരു കണക്കിന് പ്രാർത്ഥന ചൊല്ലിത്തന്നെ അവസാനിപ്പിക്കും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന ഈ ഗുണ്ടായസക്കാർ ഇവരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ പ്രാർത്ഥന ചൊല്ലിയാണ് അവർ അവസാനിപ്പിക്കുന്നത്. ജപമാല ചൊല്ലിക്കഴിഞ്ഞ് അവർ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് പിന്നീട് ഈ ഭാര്യ ഭർത്താവ് അവിടെ നിന്നുകൊണ്ട് വിളിക്കടി എന്ന് പറയും. വിളിക്ക് എന്താ കാര്യം, ഭീഷണി കേൾക്കാനാണ്, വിളിക്കാൻ പറയും. ഉടനെ ഭാര്യ വിളിക്കുമ്പോൾ ഉടനെ രാവിലെ വന്ന ആ മനുഷ്യൻ പറയണേ, ഞങ്ങൾ നാളെ നിങ്ങളുടെ വീട്ടിലോട്ട് വരത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നാൽ മതി, ദൈവം നിങ്ങൾക്ക് കാശ് എപ്പോൾ തരുന്നു അപ്പോൾ തന്നാൽ മതി. രാവിലെ പറഞ്ഞതിന് സോറി. അയ്യോ, അതായത് അമ്മ ഈ വിഷയം ചേഞ്ച് ചെയ്യണ രീതികൾ കണ്ട നമ്മൾ ഞെട്ടിപ്പോവും. അതായത് ഇങ്ങനെ ഒരു മനുഷ്യനെ മാറ്റാൻ പറ്റുമോ? ഇതിൻ്റെ പോംവഴി ഇത് നമ്മൾ ചിന്തിക്കുമോ? ഇങ്ങനൊരു പോംവഴി ഇതിനുണ്ടെന്ന്, ഇങ്ങനൊരു പോംവഴി ഇതിനുണ്ടെന്ന് എങ്ങനെ ചിന്തിക്കും? ചിന്തിക്കത്തില്ല. അപ്പം നമ്മൾക്ക് ചെയ്യാനുള്ള ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അനേകം വഴികളാണ്. ഇപ്പം ഞാനീ ചേട്ടായി 2 പെമ്മക്കളുണ്ടെന്ന് പറഞ്ഞാൽ കർത്താവിനറിയാവുന്ന 2 പെമ്മക്കളാണെന്ന്. ദൈവം തന്നതല്ലേ ശരിക്കും പറഞ്ഞാൽ. കാര്യം ദൈവം ഇപ്പം ഞാൻ ഒത്തിരി ഗർഭിണികളുടെ കൈവെക്കുമ്പോൾ കർത്താവ് ആണാണോ പെണ്ണാണെന്ന് പറയും. പക്ഷേ നമ്മൾ പറയത്തില്ല അവരോട്. എന്നാലും ഞാൻ 5-8 പേരോട് പറഞ്ഞിട്ടുണ്ട്, അവരിവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ കൈവച്ച് പറഞ്ഞ് ഇത് ആൺകൊച്ചാണ് അല്ലെങ്കിൽ ഇത് പെൺകൊച്ചാണെന്ന് പറയും. കാര്യം അവർക്ക് ദൈവത്തോട് ചോദിച്ചത്, അതായത് സംഭവം അവർ ദൈവത്തോട് ചോദിച്ചത് ഒരു പെൺകൊച്ചിനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ കൈവെക്കുമ്പോൾ ഇത് പെൺകൊച്ചാണെന്ന് കർത്താവ് എന്നോട് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവളോട് പറയാൻ പറയും. അപ്പോഴേ എന്താ അങ്ങനെ പറയാൻ പറയുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടി വരണത്. അല്ലെങ്കിൽ ഇതിങ്ങനെ പറയാൻ പാടില്ലല്ലോ, മെഡിക്കൽ സയൻസിൽ പോലും പറയാൻ പാടില്ല. കാര്യം ജെൻഡർ ഈക്വാലിറ്റി ഉള്ളതല്ലേ, പറയാൻ പാടില്ല. കാര്യം പെണ്ണും ആണും ദൈവത്തിൻ്റെ സന്തതിയാണ്, ഒറ്റ ഈക്വൽ പവറും ഈക്വൽ റൈറ്റുമാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്മാരാണ് ഓരോ വിഷയം കാണുന്നത്. അപ്പോൾ മനുഷ്യർ കാണുന്നത് കൊണ്ടാണ്, അങ്ങനെ തെറ്റ് കാണുന്നത് കൊണ്ടാണ് അവർക്ക് തെറ്റായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഉടനെ അത് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവളുടെ കണ്ണ് നിറയും. എന്താ കാര്യം? ഞാൻ ചോദിച്ചാണല്ലോ ഈശോ തന്നതെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ദൈവം ഇൻട്രസ്റ്റ് ആണെന്നുള്ളതാണ്. നമ്മുടെ ഉദരത്തിലൊരു കുഞ്ഞ് ജനിക്കണത് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവത്തിനുണ്ട്. നമ്മൾ ഈ ദൈവവിശ്വാസികളെന്ന് പറഞ്ഞാൽ എന്തിനാണ് അങ്ങനെ പറയണത്? കാര്യം
ദൈവം എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് തീരുമാനങ്ങളുണ്ട്. അതായത് ചിലർ പറയും, ഓ അതൊക്കെ ഇങ്ങനെ കർത്താവിനോട് പറയണത്. ഇപ്പം കർത്താവിനോട് പറയണ കാര്യങ്ങളും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കും. കർത്താവിനോട് പറയണ കാര്യങ്ങളും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും. ഞാനൊരിക്കൽ ഒരു ചേച്ചിയുടെ, ഒരു മറിയാമ്മ എന്ന പേര്, തീരദേശത്തുള്ളതാണ്. ഞാൻ ചേച്ചി, ചേച്ചി ഇന്നലെ 3 മണിക്ക് ചേച്ചി ഹൃദയത്തിന് മുമ്പിൽ നിന്ന് എന്നാ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ വിളിച്ച് അമ്മി ചുവന്നു പോയി. അതായത് ഇന്നലെ ഹൃദയത്തിൻ്റെ മുമ്പിൽ നിന്ന് 3 മണിക്ക് മുടി അടിച്ച് വാരിയിട്ട് ചേച്ചി എന്നാ പറഞ്ഞത് ഈശോടെ നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഭയങ്കര ചമ്മലായി. അവൾ പറഞ്ഞ ഇതാണ്, എൻ്റെ ഭർത്താവ് ഇന്ന് വരണം, 2 ദിവസം കഴിഞ്ഞ് എനിക്ക് പീരീഡ്സ് ആണെന്നാണ് പറഞ്ഞത്. അതാണ് സംഭവം. ഇതിലെങ്ങനെ ഈ ഭർത്താവിനെ കൊണ്ടുവന്നെന്നറിയാമോ? അത് ഭയങ്കര സംഭവമാണ്. ഭർത്താവ് ബോട്ടിൽ കോഴിക്കോട് പടിഞ്ഞാറാവശ്യത്ത് ബോട്ടിലാണ്, കടലിൽ. ഇവൾ ഈ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ആ സമയത്ത് ഇവളുടെ ഭർത്താവിൻ്റെ ഉള്ളിൽ വീട്ടിലോട്ട് പോകണമെന്നൊരു ആഗ്രഹം. എന്നിട്ട് കരക്കിലേക്ക് തുറമുഖത്തേക്ക് അടുത്തോണ്ടിരുന്ന ഒരു ബോട്ടിൽ, ഒരു വള്ളത്തെ ഈ സ്രാങ്കിനോട് പറഞ്ഞിട്ട് ഈ വീട്ടുകാരൻ കൈ കാണിക്കും. കാര്യം ഈ ബോട്ട് കടലിലോട്ട് ഇപ്പോഴും അടുക്കത്തില്ല, ചിലപ്പോൾ 1 ദിവസം കഴിഞ്ഞ് അടുക്കത്തുള്ളൂ. പക്ഷേ ആ വള്ളം മീനുമായിട്ട് കരയിലേക്ക് പോരുകയും അപ്പോൾ ആ വള്ളത്തെ കയറി അയാൾക്ക് വീട്ടിൽ പോരാൻ പറ്റും. അപ്പോൾ ഉടനെ ബോട്ടിന് സ്രാങ്കിനോട് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ആ വള്ളം ബോട്ടിനോട് അടുപ്പിച്ചിട്ട് വള്ളത്തെ കയറി കോഴിക്കോട് വന്ന് അവിടുന്ന് ബസ്സിൽ വീട്ടിലെത്തി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ദൈവം എന്ത് സീരിയസ് ആണെന്ന്. നമ്മളുടെ മൈന്യൂട്ട് കാര്യങ്ങൾ, അതായത് ഗർഭത്തിലുള്ള ശിശുവും ഒരു മനുഷ്യൻ്റെ മൗലിക കുടുംബാവകാശങ്ങളും എല്ലാത്തിൻ്റെ മേലും കർത്താവിന് ശ്രദ്ധയുണ്ട്. ഇതിനാണ് ദൈവസ്നേഹമെന്ന് നമ്മൾ പറയണത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യം കർത്താവിനോട് പറയാം, കുറച്ച് കാര്യം കർത്താവിനോട് പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് എ ഫെയ്ത്ത്ഫുൾ, നമ്മൾ വിശ്വാസിയല്ല. വിശ്വാസി എന്ന് പറയണത് എൻ്റെ A-Z കാര്യങ്ങൾ. നീ കിടക്കണം ഞാൻ അറിയുന്നു, നീ ചെരിയുന്നത് ഞാൻ അറിയുന്നു, നീ ഇരിക്കണം ഞാൻ അറിയുന്നു, എല്ലാം ദൈവത്തിൻ്റെ അക്കൗണ്ടിലാണ്. ദൈവം ഈ അത്രമാത്രം എന്നുള്ള സംഭവം, ഈ ദൈവസ്നേഹം വളർന്നാണ് പീഡാനുഭവത്തിലേക്ക് വരണത്. അല്ല, പീഡാനുഭവത്തെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. വൈ ജീസസ് സഫേർഡ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം. ഏറ്റു പറഞ്ഞ്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ശ്രുതികടേ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വപുത്രനെ ലോകത്തിന് നൽകാൻ തക്ക വിധം ലോകത്തെ സ്നേഹിച്ച ദൈവമേ, ശ്രദ്ധിക്കട്ടെ.